ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിയന്ത്രണം. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സൈനിക വിമാനങ്ങളുടെ പരിശീലന പറക്കൽ നടക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, അത് ഒരു സ്വാഭാവികമായി ഉണ്ടാകുന്ന നിയന്ത്രണം തന്നെയല്ലേ? ഈ കനത്ത മഞ്ഞ് ഏതെങ്കിലും തരത്തിൽ ആ എക്സസൈസിനെ ബാധിക്കുന്നുണ്ടോ ബൽറാം? ഹാഷ്മി, ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം എന്നുള്ളത് സാധാരണ നിലയിൽ എല്ലാ വർഷവും ജനുവരി മാസത്തിൽ റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ട റിഹേഴ്സലുകളുടെ പശ്ചാത്തലത്തിൽ നടത്തുന്ന നിയന്ത്രണം തന്നെയാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ സാധാരണ നിലയിൽ ജനുവരിയിൽ ഇത്രത്തോളം കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചതിനെ തുടർന്ന് വിമാനങ്ങൾ വൈകാൻ ഇടവെക്കാറില്ല. എന്നാൽ ഇത്തവണ അതുകൂടി ചേരുമ്പോൾ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് മുതലാണ് ഡൽഹി വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 10:20 മുതൽ ഉച്ചയ്ക്ക് 12:45 വരെയാണ് യാത്രാ വിമാനങ്ങൾക്ക് ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 1000-ഓളം വിമാന സർവീസുകളെ ഈ നിയന്ത്രണം ബാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഒപ്പം തന്നെ ഈ കാലാവസ്ഥ മൂടൽമഞ്ഞിനെ തുടർന്ന് വൈകുന്ന വിമാന സർവീസുകൾ കൂടിയാകുമ്പോൾ അത് ഈ ബാധിക്കുന്ന വിമാന സർവീസുകളുടെ എണ്ണം ഇതിലും ഏറെയാകും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം എന്നുള്ളത്. ഈ എല്ലാ വർഷവും ഇത്തരത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിന്റെ റിഹേഴ്സൽ, സൈനിക വിമാനങ്ങളുടെ റിഹേഴ്സലുമായി ബന്ധപ്പെട്ട ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്.